ഹൗ ഡെയർ യു? നാരായണൻകുട്ടി പൊയ്ക്കോ, പ്ലീസ് ഗോ. മാത്യു, ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സന്മനസ്സെങ്കിലും കാണിക്കും മാത്യു. എനിക്കൊന്നും കേൾക്കണ്ട. നിനക്ക് പറയാനുള്ളത് കോടതിയിൽ പറഞ്ഞാൽ മതി. ഗെറ്റ് ലോസ്റ്റ്. മാത്യു, മാത്യു നീയും അഡ്വക്കേറ്റ് മാത്യു, നിനക്ക് പരമാവധി ശിക്ഷ ലഭിക്കാൻ വേണ്ടി മാത്രം വാദിക്കുന്ന അഡ്വക്കേറ്റ് മാത്യു എന്നിട്ട് ഗുഡ് ബൈ പറയും ഈ തൊഴിലിനോട് എന്നേക്കുമായി. ഐ ഹേറ്റ് ദിസ് പ്രൊഫഷൻ. കാരണം വക്കാലത്ത് നാരായണൻകുട്ടിയാ പോപ്പ് മാത്യുവിനെ അഡ്വക്കേറ്റ് മാത്യു ആക്കിയത്. അതുകൊണ്ട് മാത്രം. മാത്യു ഇറങ്ങി പോടാ. നാരായണൻകുട്ടി എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. മാത്യു, ഞാൻ പറയുന്നത് പുല്ലേ. മാത്യു, നീ എന്നെ പോലീസിന്റെ പേര് പറഞ്ഞ് പേടിപ്പിക്കുക. കൊള്ളാം, നിന്നിലുണ്ടായിട്ടുള്ള മാറ്റത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ഈ നാരായണൻകുട്ടിക്ക് ഒരു മാറ്റവും ഇല്ലടാ. അന്നും ഇന്നും നിയമത്തിൽ മാത്രം വിശ്വസിക്കുന്ന വക്കാലത്ത് നാരായണൻകുട്ടിയാണ് ഞാൻ. തന്നെ ഒരു പാവം പെൺകുട്ടിയെ. മാത്യു, ഇല്ല. ഞാൻ കുറ്റം ചെയ്തു എന്ന് ആരോപിച്ച ദിവസം ഞാൻ കുക്കുമായിട്ടുള്ള മാരേജ് ഇരു ചെവി അറിയാതെ ആണെങ്കിലും അതും നിയമപരമായിരുന്നല്ലോ. സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 പ്രകാരം. മാത്യു, ആ സമയത്ത് ഞാൻ കുക്കുവിന്റെ കൂടെയായിരുന്നു അവളുടെ വീട്ടിൽ. രാത്രി 10 മണിക്ക് ശേഷം കുറ്റകൃത്യം നടന്നെന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ അല്ലേ എലിബി കുറ്റം ചെയ്തു എന്ന് പറയുന്ന സമയത്ത് പ്രതി മറ്റൊരു സ്ഥലത്തായിരുന്നു എന്ന് കഥയുണ്ടാക്കി രക്ഷപ്പെടാമല്ലോ. ക്വയറ്റ് ഇൻട്രസ്റ്റിംഗ് കുക്ക്ഡ് അപ്പ് സ്റ്റോറി. വക്കാലത്ത് നാരായണൻകുട്ടിക്ക് നിയമത്തിലെ പഴുത് കണ്ടുപിടിക്കാൻ പരസഹായം വേണ്ടല്ലോ. കോടതിയിൽ ബോധിപ്പിച്ചോ, രക്ഷപ്പെട്ടോ. മാത്യു, അതിന് നീ എന്നെ സഹായിക്കണം. ഞാൻ തന്നെ സഹായിക്കണം? മാത്യു, നിനക്ക് മാത്രമേ അതിന് കഴിയൂ. ആ സമയത്ത് ഞാൻ കുക്കുവിന്റെ കൂടെ ആയിരുന്നു എന്നുള്ളതിനുള്ള എന്താണ് തെളിവ്? മാത്യു, ഉണ്ട്. കുക്കുവിന്റെ കയ്യിൽ അതിനുള്ള തെളിവുകളുണ്ട്. അന്നേ ദിവസം ഞാൻ നിയമം ലംഘിച്ച് കുക്കുവിന്റെ മുറിയിലെത്തിയത് റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ കാസറ്റ്. യെസ് ചന്ദ്രൻ. ശരി മാത്യു, ഞാൻ പോട്ടെ. ഞാനിവിടെ വന്നതും നിന്നോടിതെല്ലാം പറഞ്ഞതും എന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല, നിന്നെ തോൽപ്പിക്കാനുമല്ല. നിയമം ഒരിക്കലും ഒരു നിരപരാധിയെ ശിക്ഷിക്കാൻ സമ്മതിക്കില്ല. ആ വിശ്വാസം എനിക്കുണ്ട്. അത് തെളിയിക്കാൻ നീ എന്നെ സഹായിക്കുന്നുള്ള വിശ്വാസവും എനിക്കുണ്ട്. നീ എന്റെ കൂടെ ഉണ്ടാവില്ലേ മാത്യു? നാരായണൻകുട്ടി, കുക്കുവിനെ കുക്കു ആത്മഹത്യക്ക് ശ്രമിച്ചാണെന്ന് ഒരു കുഞ്ഞു പോലും അറിയരുത്. പത്രക്കാരെ നീ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇല്ല സാർ, ഹോസ്പിറ്റൽ റെക്കോർഡിൽ ഫുഡ് പോയ്സണിംഗ് ആണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എക്സ്ക്യൂസ് മീ സർ. നാരായണൻകുട്ടി, നീ ഇറങ്ങണ്ട. മാത്യു, എന്റെ വേണ്ട പ്ലീസ്. നാരായണൻകുട്ടി, നിന്നെ ഇവിടെ വെച്ച് ആരെങ്കിലും കണ്ടാൽ, നിന്നെ ഐഡന്റിഫൈ ചെയ്താൽ ആ കുഴപ്പമാവും. എല്ലാവരും അത് പ്രശ്നമാക്കും. നീ ഇവിടെ ഇരിക്കും. സമ്മതിക്കുന്നില്ലടാ എന്റെ മനസ്സ്. അല്ലാതെ നാട്ടുകാരുടെ കാര്യമാകുമ്പോ പല തരത്തിലുള്ള ആൾക്കാരല്ലേ, നീ അത് ഉൾക്കൊള്ളണം. ഞാൻ അവിടുത്തെ സിറ്റുവേഷൻ നോക്കിയിട്ട് വരാം. ശരിയാ, മനസ്സിലായി. ആർക്കും ഇപ്പൊ ഞാൻ വക്കാലത്ത് നാരായണൻകുട്ടിയല്ല, ഒരു നികൃഷ്ടമൃഗം. 13കാരിയെ പീഡിപ്പിച്ച് നശിപ്പിച്ച കാമപ്രാന്തൻ, പെർവർട്ടഡ് പേഴ്സൺ. അവർക്കൊക്കെ ഞാനിപ്പോ ഒരു അശ്ലീലം.
ഒബ്സർവേഷനില്ല, ഒന്നും പറയാറായിട്ടില്ല. പ്രാർത്ഥിക്ക്. നീ നിരപരാധിയാണെന്ന് സ്ഥാപിക്കാനുള്ള എല്ലാ തെളിവുകളും കിട്ടി. വേണ്ട മാത്യു, കുക്കു രക്ഷപ്പെട്ടില്ലെങ്കിൽ എനിക്കെന്നെ നിരപരാധിത്വം തെളിയിക്കണ്ട. ആരുടെ മുമ്പിലും. നീ മനസ്സിലാക്കി, രഘു മനസ്സിലാക്കി, അത് മതി. നാരായണക്കുട്ടിയുണ്ട്. ബഹുമാനപ്പെട്ട കോടതിക്ക് ആവശ്യം തെളിവുകളാണ്. ഞാൻ നിരപരാധിയാണെന്നതിനുള്ള തെളിവ് ഹാജരാക്കി. യഥാർത്ഥ കുറ്റവാളികളെ ശിക്ഷിക്കാൻ വേണ്ട തെളിവുകൾ ഹാജരാക്കാനും അവരെ വിസ്തരിക്കാനും ബഹുമാനപ്പെട്ട കോടതി എനിക്ക് അനുവാദം നൽകണം. താങ്ക് യു യുവർ ഓണർ. മിസ്റ്റർ GS ഷെണായ്, കാനറ ബാങ്ക് ട്രിവാൻഡ്രം സിറ്റി ബ്രാഞ്ച് മാനേജർ. പ്രൊഫസർ നാരായണൻപൂറ്റിയുടെ അക്കൗണ്ട് നിങ്ങളുടെ ബാങ്കിലല്ലേ? അതെ. ഫെബ്രുവരി മാസത്തിൽ നാരായണൻപൂറ്റി ബാങ്കിൽ നിന്നും അദ്ദേഹത്തിന്റെ പേരിലുള്ള 20 ലക്ഷത്തിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് കാലാവധി തീരുന്നതിന് മുമ്പ് വിഡ്രോ ചെയ്തിരുന്നു. ചെയ്തു. പ്ലീസ് നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. കുര്യൻ കുളപ്പുരയിൽ ഇത് താങ്കളുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്സിന്റെ കോപ്പിയല്ലേ? അതെ. സ്വകാര്യ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എന്നെ ഈ കള്ളക്കേസിൽ കുടുക്കിയപ്പോ ഈ കേസിലെ 4ാം പ്രതിയായ നാരായണൻപൂറ്റിയെ രക്ഷിക്കാമെന്നേറ്റ് നിങ്ങൾ 20 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയില്ലേ? ഇല്ല. നാരായണൻപൂറ്റി ബാങ്കിൽ നിന്ന് പിൻവലിച്ചതും താങ്കൾ വൈര നെക്ലസ് വാങ്ങാൻ വേണ്ടി ജുവലറി കടയിൽ കൊടുത്തതും ഒരേ നോട്ടുകളാണ്. ഐ മീൻ ദ സെയിം നമ്പേഴ്സ്. ഡോക്യുമെന്റ് നമ്പർ 6. ജുവലറി വാങ്ങിയ ബില്ല്. യുവർ ഓണർ, ഞാൻ എന്റെ പണം കൊടുത്ത് വാങ്ങിയതാണ്. ഓക്കെ, ഒരേ നമ്പറിലുള്ള നോട്ട് അദ്ദേഹം തന്നതല്ല എന്ന് പറഞ്ഞാൽ അപ്പൊ സാറ് കൊടുത്തത് കള്ളനോട്ട്. താങ്കൾ ഇടയ്ക്കിടെ നാരായണൻപൂറ്റിയെ ഭീഷണിപ്പെടുത്തി പണം പറ്റാറുണ്ടല്ലേ? ഐ മീൻ ബ്ലാക്ക്മെയിൽ. ഇല്ല. സാക്ഷിയുണ്ട്. ഞാൻ നിഷേധിക്കുന്നു. പ്രൊഫസർ നാരായണൻപൂറ്റിയല്ലേ? അതെ. താങ്കൾ എന്തിനാണ് ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ നിന്ന് പിൻവലിച്ചത്? എന്റെ പേഴ്സണൽ ആവശ്യത്തിന്. അതെന്തിനാണെന്നാണ് ചോദിച്ചത്. അത് ആബ്സെന്റ് മൈൻഡഡ് പ്രൊഫസർ, ഞാൻ ഓർമ്മപ്പെടുത്താം. ഫിക്സഡ് ഡെപ്പോസിറ്റ് 20 lakhs സ്ത്രീ പീഡന കേസ് ചാർജ് ചെയ്യുന്നതിൽ നിന്നും താങ്കളെ ഒഴിവാക്കി തരുന്നതിനായി DGP കുര്യൻ സാറിനുള്ള ചാർജ്. പിന്നെ പലപ്പോഴായി പിൻവലിച്ചിട്ടുള്ള 3 ലക്ഷത്തോളം രൂപ മുൻ മന്ത്രി ശശിധരക്കുറുപ്പിനെ ക്ലബിൽ ചീട്ട് കളിച്ച് പൊട്ടിക്കാൻ. താങ്കളുടെ അധികാരപരിധിയിൽപ്പെട്ട സ്ത്രീപീഡന കേസിൽ നാരായണൻപൂറ്റിയുടെ പേര് വെട്ടിത്തിരുത്തി പകരം എന്റെ പേര് താങ്കൾ തന്നെ എഴുതി ചേർത്തതാണെന്ന് ഞാൻ പറയുന്നു. അത് തെറ്റാണ്. പീഡന കേസിലെ പെൺകുട്ടി നൽകിയ പരാതിയിൽ തിരുത്തിയ ഭാഗമേത്? പരാതിയിൽ എഴുതിയ 4ാം പ്രതിയുടെ പേരിൽ നാരായണൻ എന്നതിന് ശേഷം 2 അക്ഷരം മാറ്റി കുട്ടി എന്ന് ചേർത്തിരിക്കുന്നു. യുവർ ഓണർ, ഡോക്യുമെന്റ് നമ്പർ 2 ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട്. രണ്ടും ഒരാളുടെ കൈയക്ഷരം, SI ചന്ദ്രന്റെ. ഇത് നിങ്ങൾക്ക് ദാനം കിട്ടിയ സ്വത്തിന്റെ പ്രമാണമല്ലേ? അതെ. ഇത് DGP കുര്യൻ സാറിന്റെ അപ്പന്റെ പേരിലുള്ള സ്വത്താണ്. എനിക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞതിന് താങ്കൾക്ക് കിട്ടിയ പ്രതിഫലം. ഡോക്യുമെന്റ് നമ്പർ 4. എന്നെ സംഭവം നടന്ന സ്ഥലത്ത് കണ്ടു എന്ന് പറയുന്ന സമയത്ത് താങ്കൾ പുത്തരിക്കണ്ട മൈതാനിയിൽ യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു എന്നതിന്റെ തെളിവുകളാണ് ഈ പത്രക്കെട്ടുകൾ, ഫോട്ടോ സഹിതം. ശരിയല്ലേ?
1000 സാക്ഷികളുണ്ട്. ബഹുമാനപ്പെട്ട കോടതി കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ഹാജരാക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഈ കുറ്റവാളികളുടെ തനിനിറം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിഞ്ഞത് സത്യം ഒരിക്കലും മൂടിവെക്കാൻ കഴിയില്ല എന്ന വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്നവർക്ക് എന്നും ഒരു ആശ്വാസമാണ്. ഈ കുറ്റവാളികളെ കോടതി ശിക്ഷിക്കണം. സംശയത്തിന്റെ ആനുകൂല്യത്തിൽ അഴിമതി, അക്രമം, അനീതി ഇതൊക്കെ ജനങ്ങളുടെ കൺമുമ്പിൽ വെച്ച് നടത്തുന്ന കുറ്റവാളികൾ പോലും ഇന്ന് രക്ഷപ്പെടുന്നു. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് അനുശാസിക്കുന്ന നമ്മുടെ നീതിബോധത്തിന്റെ തണലിൽ ഈ രാജ്യത്ത് കുറ്റവാളികളുടെ എണ്ണം ദിനം പ്രതി പെരുകി വരികയാണ്. ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ സാധാരണക്കാരൻ പരമോന്നതമായ നീതിപീഠത്തിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് കോട്ടം തട്ടാൻ പാടില്ല. നിയമവാഴ്ചയിലുള്ള വിശ്വാസത്തിൽ അവർക്ക് യാതൊരു സംശയവും തോന്നരുത്. ഈ കുറ്റവാളികൾ സാധാരണക്കാരെ കബളിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിയമത്തെ അവർ കളിയാക്കുന്നു, കോടതി അവർ കളിക്കളമാക്കുന്നു, സാധാരണക്കാരെ അവർ കളിപ്പാവകളാക്കുന്നു. ഈ കളിയിലെ കളിക്കാരും കാഴ്ചക്കാരും അവർ മാത്രമാണ്. നിയമവാഴ്ചയെ കളിയാക്കുന്നവരുടെ ഈ കളി ഇവിടെ അവസാനിക്കണം. അതിനുവേണ്ടി ഒരു തീർപ്പ് കൽപ്പിക്കാൻ ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. That's all, Your Honor. കോടതിയെ ബഹുമാനിക്കുക, കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുക, വഞ്ചകരെ ഒറ്റപ്പെടുത്തുക, ഒറ്റപ്പെടുത്തുക, കള്ളക്കേസുകൾ അവസാനിപ്പിക്കുക, പിരിച്ചുവിടുക, കോടതിയെ ബഹുമാനിക്കുക.